ഇന്ന് നമ്മൾ ഒരു ചേന പറിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഞാനും വേച്ചും പെരപ്പായും കൂടെ കേട്ടോ ചേന പറിക്കുന്നത്. അതിന്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. പെരപ്പ ഇത് മൂത്തതല്ലേ പെരപ്പ? ഇത് നല്ല മൂപ്പായ ചേനയാണ്. ഓക്കെ, നല്ല മുട്ട ചേന ആയിരിക്കും. പറിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങോട്ട് തുടങ്ങും. ഓക്കെ, പെരപ്പ തുടങ്ങിക്കോ. പിന്നെ ഇത് പറിക്കുന്ന കാലം നല്ല ടേസ്റ്റ് ഉള്ള ചേനയാ കേട്ടോ ഇത്. ഇതല്ലേ? ഇതിപ്പോ എത്ര നാൾ മുന്നേ പെരപ്പ കുഴിച്ചിട്ട്? 5 മാസം 6 മാസം ആയിട്ട് 5 മാസം ആയിട്ടുള്ളൂ ഇപ്പൊ. 5 മാസമായിട്ടുള്ളൂ. ആ, ഈ പ്രാവശ്യം നേരത്തെ ഇപ്പൊ മൂത്തോ? നേരത്തെ മൂത്തു. ഓക്കെ. ഇതിന് വളം ഒന്നെങ്കിലും ഇടും? വളം ഇടും. ചാണകപ്പൊടി ഇട്ട് നട്ടു. പിന്നെ വേണമെങ്കിൽ രാസവളം ഇടാം. ചെറിയ പോലൊക്കെ രാസവളം ഇട്ട് ഞാൻ അങ്ങനെയാ ഞാൻ ചേന നടുന്നത്. മണ്ണ് കോരി ആദ്യം ചേന വിളഞ്ഞു കഴിയുമ്പോൾ ഒരു ചാൺ ചേന അങ്ങോട്ട് വെട്ടുക വലിപ്പത്തിന്. ഒരു 3/4 കിലോ വരും. ഓ, അത് എന്നിട്ട് നമ്മൾ ചാണകം എടുത്തിട്ട് കലക്കിയിട്ട് ചാണകത്തിൽ മുക്കി വെയിലത്തൊന്ന് വെക്കുക. വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ എടുത്ത് കുംഭമാസത്തിൽ വെളുത്ത വാവിനെ നടുക. അപ്പോൾ ഒരു ചന്ദ്രന്റെ വലിപ്പം, പൂർണ്ണ ചന്ദ്രന്റെ വലിപ്പത്തിലാണ് ചേന കിട്ടുമെന്നുള്ളതാണ് ഐതിഹ്യം. ഓ, ഏതാണ്ടൊക്കെ നമുക്ക് പറിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഉണ്ട്. ഇത് വലിയ ചേനയാണിത്. ഇത് വലിയ ചേന അല്ലേ? ചേനയാണ്. ഇത് കട്ട് ചെയ്യണോ? അത് കട്ട് ചെയ്ത് ഇനി അതിന്റെ ആവശ്യമില്ല. ഇതാണ് ചേന. ഓക്കെ, ചെളിയ കൊണ്ടു. ഇത് നമ്മള് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് പറിച്ച ചേനയാണ്. ഇത് പേർപ്പ ഉദ്ദേശിച്ച വലിപ്പമുണ്ടോ? ഇല്ല, ചെറുതായി പോയി. ഇത് ഈ ചിങ്ങമാസം ആദ്യം ആയതുകൊണ്ടാണ് വലിപ്പം വെക്കാഞ്ഞത്. കിടന്ന് മൂത്ത് പരുവായിരുന്നു നല്ല പോലെ. ഇപ്പൊ ഇത്രേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇത് നല്ല വേവല് വേകും. ഇപ്പം നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉള്ള സമയം ഇത്. ചേന തിന്ന് ഈ കാലത്ത് ചേന തിന്ന നമ്മൾ കട്ട് പറിച്ച് സ്വന്തം ചേന കിട്ടാനില്ലെങ്കിൽ കട്ട് പറിച്ച് തിന്നുന്ന കാലമായത്. ഇത്രയൊക്കെ ടേസ്റ്റ് ആയി ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ ഇനി ഇതിൽ മുഴുത്ത ചേന പറിക്കുന്ന വീട് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. ശരി എന്നാ ബൈ.